നിങ്ങൾ ഒരു അദബ് ആദ്യം നിങ്ങളെ പ്രസിഡന്റിനോട് കാണിക്കുക. ഞങ്ങളെ ഉസ്താദില്ലേ സുലൈമാൻ ഉസ്താദ്, നിങ്ങളോട് ഇപ്പോഴും പറഞ്ഞു തരുന്നതല്ലേ, വളരെ നിഷ്കളങ്കമായ അവസ്ഥയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ആ ഉസ്താദിനെങ്കിലും ഒന്ന് ആദരിക്കി. ഇപ്പം ആ മർക്കസിന്റെ ഖത്മുൽ ബുഖാരിയിൽ എന്താ നിങ്ങൾ കാട്ടിയത്? അവൻ കൂടി ഏതായാലും പറയണല്ലോ, ഇനിയിപ്പോൾ ഇത് നോമ്പ് കഴിഞ്ഞിട്ടേ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ അവൻ കൂടി അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചേർത്ത് പറയുകയാണ്. ഖത്മുൽ ബുഖാരി സദസ്സിൽ ഉസ്താദിനെ കൊണ്ട് ബുഖാരി വായിപ്പിക്കുക. ഉസ്താദ് വായിച്ചു തുടങ്ങി, അർത്ഥം വെച്ച് പോവാണ് ഉസ്താദ്. വേറെ ആൾ വന്നിട്ട് പറയാ അർത്ഥം പറയേണ്ട, വായിച്ചു പോയാൽ മതി എന്ന്. പ്രസിഡന്റ് അല്ലോടാ അത്. ഉസ്താദ് അർത്ഥം കൂടി പറയാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലേ വേണ്ടാന്ന് ഈ എന്തിനാ പോയി പറയണത്? എന്നിട്ട് ഉസ്താദ് വെറും വായന തുടങ്ങി. അതേ സമയത്ത് തന്നെ വേറൊരു അറബിയെ കൊണ്ട് നിങ്ങൾ അപ്പുറത്തും വായിപ്പിച്ചു. മൂപ്പരൽപ്പം അറിയില്ല, ഇവര് വായിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. ഉസ്താദ് വായിക്കുക, അതേ സമയത്ത് അപ്പുറത്ത് മൂപ്പരും വായിക്കുക. ആകെ അലങ്കോലപ്പെട്ടു ആ സദസ്സ്. ഒരേ സമയത്ത് രണ്ടാൾ മൈക്കിൽ വന്ന് അങ്ങനെ ഉണ്ടാവും. ഒരു മതമില്ലാത്തൊരു കോലങ്ങളായല്ലോ നിങ്ങൾ. ഇപ്പൊ ഞാൻ ചിന്തിക്കണ ആ മെമ്പർഷിപ്പ് ഫണ്ടിന്റെ പേരയിൽ വന്ന് തന്നെ നാശായിപ്പോയി എന്നുള്ള. അല്ല കാത്തിയിൽ നമ്മൾ എത്ര ശുക്ർ ചെയ്യണം. ഒന്നുകൂടി ആ രംഗം ഒന്ന് കാണിച്ചു കൊടുക്ക്. ചെറുതായിട്ടും വലുതായിട്ടും ചൂടുള്ളതായിട്ടും തണുപ്പുള്ളതായിട്ടും പല രൂപത്തിൽ സുബാനത്താൽ പഠിച്ചൊക്കെ താൻ്റെ തക്കതീറ ഖദറിനെ നിഷേധിക്കാനും പാടില്ല. ഒയ്ക്കാലിൽ മുസവ്വിരീന അയ്യോ മാ കലക്തും മുസവ്വിരിങ്ങൾ ഫോട്ടോ ഉണ്ടാക്കണവരോട് പറയപ്പെടും, നിങ്ങൾ പഠിച്ചത് നിങ്ങൾ ജീവിപ്പിക്കുക. അപ്പോൾ ഫോട്ടോ ഉണ്ടാക്കാൻ പാടില്ല, നിങ്ങൾ പഠിച്ചത് നിങ്ങൾ ജീവിക്കുന്നത്. ഇന്ന റബ്ബക്കും അല്ലാഹു അല്ലദീ ഖലഖ സമാവാതി വൽ അർദ ഫീ സിത്തത്തി അയ്യാമിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമിയെ സൃഷ്ടിച്ച് 6 ദിവസത്തിൽ പഠിപ്പിക്കണ ഹദീസ് വായിച്ചാൽ മതി, അർത്ഥം പറയണ്ടാന്ന്. قال ابن عيينة رضي الله تعالى بين الله الخلق من الأمر لقوله تعالى ألا له الخلق والأمر. وسمى النبي صلى الله عليه وسلم الإيمان عملا. قال أبو ذر رضي الله عنه وأبو هريرة رضي الله عنه سئل النبي صلى الله عليه وسلم أي الأعمال أفضل؟ الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين سيدنا ലാസ്റ്റ് ഉസ്താദ് നിർത്തി കൊടുക്കുക. അല്ല എന്താ ചെയ്യാ? എന്താ ഉസ്താദ് വായിച്ച് തീരുന്നത് വരെ നിങ്ങൾക്കൊന്ന് സുബറിൽ കാത്തുന്നാല്. നിങ്ങൾ പറഞ്ഞിട്ടല്ലാതെ മൂപ്പര് വായിക്കൂലല്ലോ. എന്നിട്ട് രണ്ടാളും കൂടി ഒന്നിച്ച് വായിക്കുക. ഉസ്താദിനെ നിന്ദിക്കാൻ കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ നിന്നിച്ച് നിങ്ങളെ ഗുണ്ടായുസം കാണിക്കാണ്. അതുകൊണ്ട് വല്ല സമസ്ത എന്ന് നിങ്ങൾക്ക് പേരുണ്ടെങ്കിൽ സമസ്ത കേരള ഗുണ്ടായുസം അസോസിയേഷൻ എന്ന് പേരിട്ടോളി. ഗുണ്ടായുസത്തിന്റെ എല്ലാ ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഉണ്ടാവും. ആളുകളെ പുറത്താക്കുക, മഹല്ല് ബഹിഷ്കരിക്കുക, അതേപോലെ തന്നെ ചാനൽ പൂട്ടിക്കുക, ഇതുപോലെയുള്ള ഗുണ്ടായുസത്തിന്റെ പ്രവർത്തനങ്ങൾ അതിന് നേതൃത്വം നൽകാൻ ഒരു ബിസിനസ്മാനും എല്ലാ ഫിത്നയും ഹെഡ്. ഇപ്പൊ ഇവിടെ നടന്ന ഈ കോട്ടക്കലിൽ നടന്ന കോപ്രായങ്ങളടക്കം, ഖലീൽ തങ്ങളെ വെട്ടി ഡൽഹിയിൽ പോയതടക്കം എല്ലാ സംഭവത്തിന്റെയും ഉത്തരവാദി ഈ ബിസിനസ്മാനും കുറ്റ്യാടിക്കാരനുമാണ്. നശിപ്പിച്ചു കളഞ്ഞു നിങ്ങളെ. നിങ്ങളാ പറഞ്ഞ പഴയ കാലത്ത് ഒരു ഉത്തരവാദിത്വമൊക്കെ ഉള്ള കാലം. നിങ്ങൾ അന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നു, മടവൂര് ശൈഖുന പറഞ്ഞ വാക്കുകളാന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഞങ്ങളെ പറഞ്ഞ് പറ്റിച്ചിരുന്നു. നിങ്ങൾ ആ പറഞ്ഞേളത്ത് വരെ നിങ്ങൾക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല അല്ലേ? ദീനനുസരിച്ച് നിന്നോളണം. അൻത അലൽ ഹഖ് ഐ കുൻ അലൽ ഹഖ്. ഉള്ളാൾ തങ്ങൾ എന്നെ അർത്ഥം പറഞ്ഞില്ലേ? ആ ഹക്കിന്റെ മേലിൽ നിൽക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. മുച്ചൂടും നിങ്ങൾ ബാക്കിയാക്കി, എല്ലാം നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു. സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തിൽ നിങ്ങളില്ല. ഇ കെ ഉസ്താദ് പഠിപ്പിച്ച സുന്നിയിലില്ല, സമസ്തയിലില്ല. നിങ്ങളോട് കാലഘട്ടത്തിന്റെ മശായിഖുമാർ നല്ല രൂപത്തിൽ ഉപദേശിച്ചു തന്നു, നല്ല നല്ല ഉപദേശങ്ങൾ. ഇ കെ ഉസ്താദിന്റെ പവറ് മശായിഖന്മാരെ വളരെ കൃത്യമായി ഇവിടെ സ്ഥാപിച്ചു എന്നതാണ്. അവിടെയാ നിങ്ങൾ നിൽക്കേണ്ടത്. മടവൂര് ശൈഖുനയെ നിങ്ങൾ സ്ഥാപിക്കേണ്ടവരാണ്. ഔലിയാക്കന്മാരെ മദ്ഹ് പറയേണ്ടവരാണ് നിങ്ങൾ. സ്വന്തം നഫ്സിന്റെ കാര്യം നോക്കാൻ സമയമായില്ലേ? മരിക്കണ്ടേ?
ഖബർ വരുന്നില്ലേ? നല്ല ഉപദേശം. ഇന്നും നമുക്ക് ആ ഉപദേശം ഒന്നുകൂടി കേൾക്കാം. കാരണം ഇവർക്കും വല്ല മടക്കവും ആ പറഞ്ഞ രൂപത്തിൽ മശായിഖിന്റെ കാലിന്റെ ചുവട്ടിൽ വന്ന് മാറുന്നവരുണ്ടെങ്കിൽ മാറിക്കോട്ടെ. നേതാക്കളുടെ പോക്കനുസരിച്ച് ഒരു തിരിച്ചുവരവ് പോലും അസാധ്യമാണ്. അക്കോലത്തിലുള്ള ഗുണ്ടായുസത്തിലൂടെ സുന്നത്യമായത്തിന്റെ നേരെ എതിരിൽ 100-ാം വാർഷികം പോയിട്ട് 1 വർഷം പോലും ആയിട്ടില്ല. ദീനിൽ എത്ര വയസ്സായി കൂട്ടി? ഇഫ്രിത്തങ്ങളെ വയസ്സ് വഹിക്കുന്നുണ്ടല്ലോ. ആദർശത്തിൽ നിങ്ങളെ വയസ്സെത്ര? ഇതൊക്കെ സ്വന്തം ഒന്ന് ചോദിച്ചു നോക്കി. മശായിഖിന്റെ വഴിയിൽ നിങ്ങൾ ഏടെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് ശഅബാനിന്റെ ലാസ്റ്റാ നമ്മളുള്ളത്. റമദാൻ കടന്നു വരികയാണ്. ഒരുപക്ഷെ നാളെ ഈ സമയം റമദാൻ ആയേക്കാം. അവിടെ നമുക്ക് നമ്മുടെ നഫ്സിന്റെ കാര്യങ്ങൾ നോക്കി മശായിഖിന്റെ ഉപദേശം കേട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഉപദേശം കൊടുക്കുന്നത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരോടാണെങ്കിലും അത് ലോകത്തോടാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതൊക്കെ അവർ പുറത്തു വിടുന്നതന്നെ എപ്പോഴാ? നിഷേധം വന്നപ്പോഴാണ്.